മഹാരാഷ്ട്ര നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടി മഹായുതി സഖ്യം. ശിവസേന പാർട്ടികളുടെ ശക്തി കേന്ദ്രമായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പി. ശിവസേന ഷിൻഡെ സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് നേടാനായത് 11 വാർഡുകൾ മാത്രമാണ്. മത്സരം നടക്കുന്ന 29 കോർപ്പറേഷനിലും വൻ മുന്നേറ്റമാണ് മഹായുതി നടത്തിയത്. 20 വർഷത്തിന് ശേഷം ഒരുമിച്ചെങ്കിലും താക്കറെ സഹോദരങ്ങൾക്ക് BMC ഭരണം നിലനിർത്താനായില്ല. 9 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശിവസേന NCP പാർട്ടികളിലെ പിളർപ്പുകൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതിക്കുണ്ടായത് ചരിത്ര മുന്നേറ്റമാണ്. ശിവസേന പാർട്ടികളുടെ ശക്തികേന്ദ്രമായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആര് വാഴും വീഴും എന്നതിലായിരുന്നു ഉദ്വേഗം. 74,400 കോടി രൂപയിലധികം വാർഷിക ബജറ്റുള്ള BMCയിൽ 227 സീറ്റുകളിലേക്കായിരുന്നു മത്സരം. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിലും മഹായുതി ലീഡ് ഉയർത്തി. 1/4 നൂറ്റാണ്ടായി മുംബൈയുടെ ഭരണം കൈയാളിയ ഉദ്ധവ് താക്കറെ പക്ഷത്തെ തെരഞ്ഞെടുപ്പ് ഫലം അപ്രസക്തരാക്കി. ഉദ്ധവ് പക്ഷ ശിവസേനയും BJPയും ചരിത്രത്തിലാദ്യമായി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. ഉദ്ധവ് രാജ് താക്കറെ വിഭാഗത്തിന്റെ മറാത്തി മേയർ മുദ്രാവാക്യത്തിന് മേൽ മഹായുതിയുടെ ഹിന്ദു മറാത്തി മേയർ മുദ്രാവാക്യം ഫലം കണ്ടു. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് തനിച്ചൊരു തുരുത്തിലേക്ക് പതിച്ചു. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ പ്രതിയായ ശ്രീകാന്ത് പങ്കാർക്കർ ജൽന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 2017 മഹാരാഷ്ട്രയിലെ നഗരസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. 2022 OBC സംവരണ തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. തുടർന്ന് കമ്മീഷണർ ഭരണത്തിലായിരുന്നു നഗരസഭകൾ. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.